കർക്കിടക മാസം ആവുമ്പോൾ പണ്ടൊക്കെ ആട്ടിറച്ചി ഉപയോഗിച്ചും നാടൻ കോഴി ഉപയോഗിച്ചും ഒരു മരുന്നുണ്ടാക്കി കഴിക്കാറുണ്ട്. 64 പച്ചമരുന്ന് ചേരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലതാണ്. പ്രായം കുറഞ്ഞ നല്ല ഇളം സൈസിലുള്ള ആട്ടിറച്ചി ഉപയോഗിച്ചോ നാടൻ കോഴി ഉപയോഗിച്ചൊക്കെ ഇതുണ്ടാക്കാൻ പറ്റും. ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെ പാചകം ചെയ്യുന്നവർ വളരെ ചുരുക്കമാണ്. എന്നാൽ പണ്ട് കാലങ്ങളിൽ ഒട്ടുമിക്ക എല്ലാ വീടുകളിലും കർക്കിടക മാസം ആവുമ്പോൾ ഈ മരുന്ന് പാചകം ചെയ്യാറുണ്ട്. ഇനി നമുക്ക് റെസിപ്പി നോക്കാം. കഴുകി വൃത്തിയാക്കിയ ആട്ടിറച്ചി വെള്ളം വാർന്നു പോകുന്നത് വരെ വെക്കണം. ഇതിലേക്ക് ആദ്യം വേണ്ടത് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയുമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഉപ്പ് പോലും ചേർക്കാതെ ഉപയോഗിക്കുന്നവരുണ്ട്. ഇതൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് തേങ്ങാപ്പാലിൽ വേണം നമുക്ക് ആട്ടിറച്ചിയെ വേവിച്ചെടുക്കേണ്ടത്. കുക്കറൊന്നും ഉപയോഗിക്കണമെന്നില്ല. നല്ലോണം അടച്ചു വെച്ച് പാചകം ചെയ്താൽ തന്നെ ആട്ടിറച്ചി റെഡിയാവും. ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കണം. ഇനി നമുക്ക് ആവശ്യമുള്ളത് നല്ല ശുദ്ധമായ നെയ്യാണ്. വെച്ചൂർ പശുവിന്റെ നെയ്യാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. അമ്പാരിയുടെ വെച്ചൂർ ഗീ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. 1 കിലോ ആട്ടിറച്ചിക്കൊക്കെ 100-150 ഗ്രാം നെയ്യൊക്കെ ഉപയോഗിക്കാം. എടുക്കുന്ന നെയ്യുടെ പകുതി അളവിൽ വെളിച്ചെണ്ണയും നല്ലെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് മിക്സാക്കി പാചകം ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മരുന്ന് ചേർക്കാൻ സമയമാവും. അങ്ങാടിക്കടകളിലാണ് ഇത് കിട്ടുന്നത്. കോഴിമരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. 64ഓളം പച്ചമരുന്നുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 1 കിലോ ആട്ടിറച്ചിക്ക് 4-5 സ്പൂൺ വരെ ഇത് ഉപയോഗിക്കാം. അങ്ങനെ കോഴിമരുന്നൊക്കെ ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് വേണം പാചകം ചെയ്യാൻ. അല്ലാത്ത പക്ഷം ഇറച്ചി മുരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ലോ ഫ്ലെയിം ആകുമ്പോൾ ആട്ടിറച്ചി അധികം മുരിയാതെ കിട്ടും. കഴിക്കാനും ഒരു സുഖം കാണും. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതുപോലെ എണ്ണ തെളിഞ്ഞു തുടങ്ങും. ഈ എണ്ണയിലും നെയ്യിലും ഒക്കെ കിടന്ന് ആട്ടിറച്ചി ചെറിയ രീതിയിൽ മുരിഞ്ഞും കിട്ടും. മാക്സിമം ഒരു അരമണിക്കൂറിനകത്ത് തന്നെ നമ്മുടെ മരുന്നും റെഡിയാവും. ലോ ഫ്ലെയിമിലായതുകൊണ്ടാണ് ഈ ഒരു കളറിൽ നമുക്ക് കിട്ടിയത്. നമ്മൾ ചേർത്ത കോഴിമരുന്ന് പൊടിയും കരിയാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ മരുന്ന് ചേർന്നിട്ടുള്ള എണ്ണ വരെ നമുക്ക് കഴിക്കാം. മാത്രമല്ല പണ്ടൊക്കെ വീടുകളിൽ 14 ദിവസം വരെ ഇത് പാചകം ചെയ്ത് കഴിക്കാറുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതും രാത്രി സമയത്ത് ചോറിൻ്റെ കൂടെയാണ് ഇത് കഴിക്കേണ്ടത്. ഇതെല്ലാവർക്കും കഴിക്കാമോ എന്ന് എനിക്കറിയില്ല. മറ്റ് അസുഖങ്ങളുള്ളവർ ഡോക്ടറുടെ അടുത്ത് ചോദിച്ചിട്ടൊന്ന് കഴിക്കാൻ ശ്രമിക്കുക. നമുക്കറിയാലോ കർക്കിടക മാസത്തിൽ പല ചികിത്സകളും ചെയ്യുന്നുണ്ട്. ഈ ഒരു മരുന്ന് ഈ മാസത്തിൽ കഴിക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടാൻ സഹായിക്കും. അതിലൂടെ പനി, ജലദോഷം പോലെയുള്ള രോഗങ്ങൾ നമുക്ക് പിടിപെടാതിരിക്കാൻ സഹായിക്കുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഈ ഒരു ഡിഷിന് ടേസ്റ്റിലെന്ന് മാത്രം ആരും കരുതണ്ട. ആ ചോറിൽ ഒഴിച്ചിട്ടുള്ള നെയ്യ് മാത്രം മതി നമുക്ക് ഈ ചോറ് മൊത്തവും കഴിച്ചു തീർക്കാൻ. ആട്ടിറച്ചിയുടെ ആ പീസിന്റെ ഉള്ളിൽ വരെ നമുക്ക് മരുന്നിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മുടെ ആരോഗ്യത്തിന് പറ്റിയ കിടിലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.